ഹായ്. ലോകേഷ് അഞ്ചൽസ് രചനയും സംവിധാനവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് 11. ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ വേണ്ടി പറയാൻ പോകുന്നത്. ഇതിന്റെ തമിഴും തെലുങ്കും ഒരേ സമയത്ത് തന്നെയാണ് ചിത്രീകരണം ആരംഭിച്ചത്. ഈ സിനിമയിൽ നവീൻ ചന്ദ്രയും റോയ ഹരിയുമാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ സംഗീതം ഡി ഇമാനും, ഛായാഗ്രഹണം കാർത്തിക് അശോകനും, എഡിറ്റിംഗ് NBയുമാണ്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സിനിമ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാക്ഷസൻ എന്ന് പറയുന്ന ഒരു മൂവി ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. അതുപോലെ തന്നെയുള്ള വേറെ ഒരു ക്രൈം ത്രില്ലർ ആയിട്ടുള്ള ഒരു മൂവി കൂടിയാണ് നമ്മുടെ 11 എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതില് നായകന്റെ ക്വാളിഫിക്കേഷനോ നായികയുടെ ക്വാളിഫിക്കേഷനോ ഇതൊന്നല്ല നമ്മൾ നോക്കേണ്ടത്. ഇവന്മാര് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ക്യാമറ വർക്ക്, എഡിറ്റിങ്, ആർട്ട് വർക്ക്, ഒരു രക്ഷയല്ല. ഇതിൽ നായകനെ കുറച്ച് സീൻ മാത്രമാണ് നമുക്ക് ഒരു അലമ്പ് പോലെ തോന്നുന്നത്. അവരുടെ അഭിനയം എല്ലാ സീനിലും ഒരേ മോന്തയും വെച്ച് വന്നിട്ട് എന്ന് പറയുന്ന ഒരു അഭിനയം മാത്രമാണ് നായികയുള്ളൂ. പക്ഷെ നായകന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മറ്റ് കഥാപാത്രങ്ങളൊക്കെ വളരെ നൈസായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ നായകൻ തന്നെയാണ് വില്ലൻ കഥാപാത്രമായിട്ടും അഭിനയിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ രാക്ഷസൻ മൂവി, അതിലെങ്ങനെയാണോ ക്രൈം നടക്കുന്നത് അതുപോലത്തെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കൊലപാതകം, അതായത് കൊല്ലപ്പെടുന്നവര് ഇവൻ ഷൂട്ട് ചെയ്യും, അതായത് ഹെഡ് ഷോട്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കത്തിച്ച് കളയുന്നുണ്ട് ഇതിലെ വില്ലൻ കഥാപാത്രം. അപ്പോ ഈ വില്ലനെ കണ്ടുപിടിക്കാൻ നായകൻ വരുന്ന ഒരു സീനുണ്ട്. അതായത് നായകന് വേറൊരു സഹപ്രവർത്തകനുണ്ട്. അതായത് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വരുന്ന വേറൊരു പോലീസുകാരനും കൂടി ഉണ്ട്. അപ്പോ ഇവർ രണ്ടുപേരും രണ്ട് കേസാണ് ഒരേ സ്ഥലത്ത് അന്വേഷിക്കാൻ വരുന്നത്. അതായത് ഒരാള് ഈ നമ്മുടെ നാർക്കോട്ടിക് പരമായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നതും, ഒരാള് ഈ കൊലപാതകം, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ കൊലപാതകം ആരാണോ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസർ കൂടി ഉണ്ട്. അങ്ങനെ ഈ കൊലപാതകം അന്വേഷിക്കാൻ വരുന്ന ഈ പോലീസ് ഓഫീസർ ഒരു ആക്സിഡന്റിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ഈ നായക കഥാപാത്രമായിട്ടുള്ള ഈ വ്യക്തി ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവൻ ഈ കേസ് അന്വേഷിച്ച് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതോറും ഓരോ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഓരോ കൊലപാതകങ്ങളും അതിന്റെ കൂടെ തന്നെ സംഭവിച്ചു വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റില്, അതായത് നമ്മുടെ ഈ ഒരു ക്ലൈമാക്സിന്റെ അടുത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അതായത് ഈ നായകൻ തന്നെയാണ് വില്ലൻ എന്നുള്ളതും, പക്ഷെ ഇവനത് ചെയ്യാനുള്ള കാരണം എന്താന്നുള്ള കുറച്ച് സീനുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഇവന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഒരു തിങ്സ് ആണ്, ഇവര് ഇരട്ടകളാണ്, നായകൻ എന്ന് പറയുന്നത് ഇരട്ടകളാണ്. അതുപോലെ തന്നെ ഇവർ പഠിക്കുന്ന സ്കൂള് എന്ന് പറയുന്നതും, ചെറുപ്പത്തിൽ ഇവർ പഠിച്ചിരുന്ന സ്കൂള് എന്ന് പറയുന്നത് ഇരട്ടകളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്കൂള് കൂടിയാണ് ഇവർ പഠിക്കുന്ന സ്കൂള്. അപ്പോൾ ഇവര് ചെറുപ്പത്തില് ഒരു തെരുവിലൊരു ഷെഡൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന ഒരു വീട്ടിലാണ് ഉണ്ടായിരുന്നത് നായകന്റെ കഥാപാത്രത്തിലുള്ള പയ്യന്മാര്. അങ്ങനെ ഇവരെ ഈ സ്കൂളിലെ ടീച്ചറും മാഷും, അതായത് ടീച്ചറായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അഭിരാമിയാണ്. അഭിരാമിയും പിന്നെ വേറൊരു കഥാപാത്രമുണ്ട്, അങ്ങേരും വന്നിട്ട് ഇവരെ ഏറ്റെടുക്കുന്നു. ഇവരിലെ കഴിവുകളൊക്കെ കാണുമ്പോൾ ഇവരെ രണ്ടുപേരും വളർത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്കൂളിൽ വെച്ചിട്ട് ഇതിലെ നായക കഥാപാത്രത്തിന്റെ അനിയനായിട്ടുള്ള പയ്യൻ മരണപ്പെടുന്നുണ്ട്. അതിന് അതിന് കാരണമായവരെല്ലാം ഈ സ്കൂളിൽ തന്നെ ഉള്ള ആൾക്കാർ കൂടി തന്നെയായിരുന്നു. അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. അവരെല്ലാവരും ഇരട്ടകളാണ്. അങ്ങനെ അവന്റെ മരണത്തിന് ശേഷം ഈ നായക കഥാപാത്രത്തെ അവിടുന്ന് വേറൊരു സിസ്റ്റർ കൊണ്ടുപോവുകയും അവിടുന്ന് അവൻ പുറത്ത് പോയി പഠിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ കഥ പോകുന്നത്. പിന്നീട് ഇവൻ പോലീസായിട്ട് തിരിച്ചു വരികയും, അതെല്ലാം ഇതിന്റെ ക്ലൈമാക്സിലാണ് നമുക്ക് മനസ്സിലാവുന്നത്, പോലീസായിട്ട് തിരിച്ചു വരികയും ഈ കൊലപാതകം ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് ഇവര് ഇരട്ടകളായിരുന്നല്ലോ, അതുപോലെ ഈ ഇവന്റെ അനിയനെ കൊന്ന ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഇരട്ടകൾ തന്നെയാണ്. അപ്പോ അവരെ കൊണ്ട് തന്നെ അവരെ ചേച്ചിനെയോ അല്ലെങ്കിൽ ചേട്ടനെയോ കൊല്ലുക എന്നുള്ളതായിരുന്നു ഇവന്റെ ലക്ഷ്യം. അതായത് ഇപ്പോ ഈ പയ്യനെ, അതായത് ഇവന്റെ അനിയനെ കൊന്ന ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരെ അവരെ കൊണ്ട് അവന്റെ ഇരട്ടകളായിട്ടുള്ള മറ്റു വ്യക്തിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഇവന്റെ ലക്ഷ്യം.
ആ സീനെല്ലാം ഇവൻ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട് ആ ഒരു സീനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അവരാ ചെറുപ്പത്തിലെ അഭിനയം, ആ പിള്ളേരൊക്കെ നല്ല രസമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവരാ ഒരു ഇമോഷൻസും പിന്നെ അവരുടെ ഹാപ്പിനെസ്സും എല്ലാം ആ രണ്ട് പിള്ളേരും വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ക്ലൈമാക്സിൽ ലാസ്റ്റ് ഒരാളെ കൂടി കൊല്ലാനുണ്ടാവും. ആ ആളെ കൂടി നമ്മുടെ ഈ നായക കഥാപാത്രമായ നായകനും വില്ലനും കഥാപാത്രമായിട്ടുള്ള അവൻ ലാസ്റ്റും കൊല്ലുന്നുണ്ട്. അവനും സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സിനിമയുടെ അവസാനം എന്ന് പറയുന്നത്. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ ഫസ്റ്റ് കുറച്ച് ബോറ് പോലെ തോന്നും, എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പിന്നീട് ഒരു കഥയൊക്കെ വരുമ്പോൾ നല്ല രസമായിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ സംവിധായകനും അതേപോലെ മ്യൂസിക് ഡയറക്ഷനും ആർട്ട് വർക്കും ക്യാമറയും എല്ലാം വളരെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടോളൂ. 11 എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയാണ്. 2025 ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.